തിരുവനന്തപുരം സ്മാർട്ട് റോഡുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് തദ്ദേശ മന്ത്രിമാർക്കിടയിലെ തർക്കത്തിൽ പ്രതികരണവുമായി മന്ത്രി പി രാജീവ്. മന്ത്രിമാർക്കിടയിൽ തർക്കമെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. ആ വെള്ളം വാങ്ങിവച്ചാൽ മതി. ഒരു പരിപ്പും വേവാനുള്ള വെള്ളം ഇവിടെയില്ലെന്നും സർക്കാർ പ്രവർത്തിക്കുന്നത് ടീമായിട്ടാണെന്നും പി രാജീവ് പറഞ്ഞു. നല്ല രീതിയിൽ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു എന്ന് പൊതുവായി വന്നിട്ടുണ്ട്. തുടരും എന്ന് ഒരു പൊതുബോധം ശക്തിപ്പെടുന്നു. അങ്ങനെ വന്നപ്പോ ഇനി ഇവര് തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഞാൻ പറയാം, ആ വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചാൽ മതി, ഇത് ഒരു പരിപ്പും വേഗാവുന്ന വെള്ളം ഇവിടെ ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ പരിപാടികളെല്ലാം നോക്കും, ഞങ്ങളെല്ലാം ഒന്നിച്ച് നല്ല രീതിയിൽ ടീമായിട്ടാണ് പോകുന്നത്. ഒരു പ്രത്യേകത, ഞങ്ങളെല്ലാം ഒരേ കാലത്ത്, മിക്കവാറും ആളുകൾ ഒരേ കാലത്ത് വിദ്യാർത്ഥി യുവജന സംഘടന, അതും മറ്റു മുന്നണി പാർട്ടിപ്പെട്ടവരായിട്ടും ഞങ്ങളുള്ളവരൊക്കെ ഒരു ടീമായിട്ട് തന്നെയാണ്. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, വകുപ്പുകൾക്കിടയിലെ ഈ ക്രെഡിറ്റ് തർക്കം മറനീക്കി പുറത്തു വരികയും അത് വിവാദമായി വളരുകയും ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ പി രാജീവിന്റെ വിശദീകരണം വരുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? സൈഫുദ്ദീൻ, ഈ വിവാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടുള്ള പ്രതികരണമാണ് പി രാജീവ് നടത്തുന്നതെങ്കിലും രാജീവിന്റെ വാക്കുകൾക്കിടയിൽ കൂടി ചില സൂചനകൾ തന്നെ പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മന്ത്രിസഭയ്ക്കുള്ളിൽ ചില അഭിപ്രായങ്ങളും ചർച്ചകളുമെല്ലാം സ്വാഭാവികമായും ഉയർന്നു വരാറുണ്ട് എന്ന മന്ത്രിയുടെ വാക്കുകൾ. ചില വിഷയങ്ങൾ മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ക്രെഡിറ്റ് പൊതുമരാമത്ത് വകുപ്പ് എടുക്കുന്നുണ്ടോ എന്നുള്ളതിന് മാധ്യമങ്ങൾക്ക് ആ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു സർക്കാരിന് വലിയ മാർക്കിടുന്ന സാഹചര്യത്തിലേക്ക് മാധ്യമങ്ങളെല്ലാം പോകുന്നു. സർക്കാരിന്റെ മികവ് അംഗീകരിക്കാൻ മാധ്യമങ്ങൾ നിർബന്ധിതരാകുന്ന ഘട്ടത്തിൽ സർക്കാരിനുള്ളിലും മന്ത്രിമാർക്ക് ഇടയിലും തർക്കങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള മാധ്യമ ശ്രമമാണ് എന്നാണ് പി രാജീവ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നത്. മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് പനിമൂലമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണമാണെന്നും പറയുന്നുണ്ട്. മന്ത്രിസഭയ്ക്കിടയിൽ ഒരു ത്രയം ഉണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണെന്നും ഒരേ സമയം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത് അവരാണ് എന്നും മന്ത്രി പി രാജീവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഒരു കൂട്ടായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നതെന്നും സർക്കാരിന്റെ എല്ലാ നേട്ടങ്ങളും മുന്നണിയുടെ പൂർണ്ണവും എല്ലാവരുടേതും അവകാശപ്പെട്ടതുമാണ് എന്നും മന്ത്രി പി രാജീവ് ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ മന്ത്രിസഭയ്ക്കുള്ളിൽ മന്ത്രിമാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ ഭിന്നതകളുണ്ടെന്നും അക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീർപ്പാക്കുകയും തീരുമാനത്തിൽ ഒരുമിച്ച് നിൽക്കുകയുമാണ് പതിവ് എന്നും മന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൈഫുദ്ദീൻ. ശരി ആഷിഖ്. പണിപാളിയ പാതകൾ.